ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബെത്സയിദ എന്ന പട്ടണത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ഇത് അവന്റെ ജനങ്ങൾ അവന്റെ പിന്നാലെ ചെന്നു. അവനവനെ സ്വീകരിച്ച് ദൈവരാജ്യത്തെ പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ 12 പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നാം വിജന പ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും. അവർ പറഞ്ഞു, ഞങ്ങളുടെ പക്കൽ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം. അവിടെ ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, 50 വീതം പന്തികളായി ജനങ്ങളെ ഇരുത്തുകയും. അവർ അങ്ങനെ ചെയ്തു, എല്ലാവരെയും ഇരുത്തി. അപ്പോൾ അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അവ ആശീർവദിച്ച് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ടനിറയെ അവർ ശേഖരിച്ചു. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. ഈശ്വരേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, തിരുസഭ എന്ന ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുന്നു. ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ, കോർപ്പസ് ക്രിസ്തി എന്ന പേരിൽ ഈ തിരുനാൾ അറിയപ്പെടുന്നു. നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വചനഭാഗമാണ്. നമുക്ക് സുപരിചിതമായ ഒരു തിരുവചന ഭാഗമാണത്. നമ്മൾ പലതവണ കേൾക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള വചനഭാഗമാണ്. 4 സുവിശേഷകന്മാരും, മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ, 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ള അത്ഭുതമാണിത്. 5 അപ്പം 5000 പേർക്ക് ഭക്ഷണമായി തീർന്ന അത്ഭുതം. ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത് ഈ തിരുവചന ഭാഗമാണ്. ഈ തിരുവചന ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. 10-ാം വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: അപ്പോസ്തലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവർ മടങ്ങി വന്നു എന്ന് പറയുമ്പോൾ അവരെവിടെയെങ്കിലും പറഞ്ഞു വിട്ടു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അവരെവിടെയും പോയതുകൊണ്ടാണ് അവർ മടങ്ങി വന്നത്. അവർ പോയത് ഈശോ ഈ 12 പേരെ
നമുക്ക് ഒരു വിജയ സ്ഥലത്തേക്ക് പോയി വിശ്രമിക്കാം. ബെത്സയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി വിശ്രമിക്കാൻ കൊണ്ടുപോവുകയാണ്, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ജനങ്ങളിലറിഞ്ഞ് അവിടെ എത്തുന്നു. ഈശോ നോക്കുമ്പോൾ വലിയൊരു ജനാവലിയാണ്. മാർക്കോസ് സുവിശേഷം എഴുതിയിരിക്കുന്നു, അവനോട് അനുകമ്പ തോന്നി. ഇനി ജനങ്ങളോട് വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ശിഷ്യന്മാർ 12 പേരും അപ്പോൾ ഒരു കോർ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടി കാണും. മീറ്റിംഗ് കൂടി അവർ 12 പേരും കൂടി വന്നു എന്നാണ് അതിനെ എഴുതിയിരിക്കുന്നത്. പകൽ അസ്തമിച്ച് തുടങ്ങിയപ്പോൾ 12 പേരും ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായി ഈശോയോട് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതേ കാര്യങ്ങൾ അത്ര പന്തിയല്ല. 12 പേരും കൂടി പറഞ്ഞു. സമയം അതിക്രമിച്ചു. ഇവരെത്രയും പെട്ടെന്ന് എവിടെയെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അവരെവിടെയെങ്കിലൊക്കെ പോയി അവരുടെ ആവശ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. നമ്മൾ കേൾക്കേണ്ട കാര്യം ഈ സമയം വരികയെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമലിരിക്കും. ഏറ്റവും നല്ലത് ഇവരെ പറഞ്ഞു വിടുന്നതാണ്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. എത്രയും പെട്ടെന്ന് ഇവരെ പറഞ്ഞു വിടുന്നതാണ് പ്രായോഗിക ബുദ്ധി. ക്രിസ്തുവിനില്ലാത്ത പ്രായോഗിക ബുദ്ധി ശിഷ്യന്മാരെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഈശോ അവരോട് പറഞ്ഞു, അത് ശരിയാവില്ല, അത് ശരിയാവില്ല. നിങ്ങളെ ഭക്ഷണം കൊടുക്കുക, ഇതാ നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുക. ഇവര് പറഞ്ഞ ഭക്ഷണം ഇതാണ്. 5 മീൻ നമ്മുടെ കയ്യിലുള്ളൂ. അതെങ്ങനെ വന്നു? യോഹന്നാൻ സുവിശേഷകൻ മാത്രം രേഖപ്പെടുത്തുന്നു. ഒരു കുട്ടിയുടെ കയ്യിലാണ് ഇത് കണ്ടത്. ആദ്യവസാനം കണ്ടുപിടിച്ചെന്ന് യോഹന്നാൻ സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു സമാന്തര സുവിശേഷകന്മാർ കുട്ടിയെ ഏൽപ്പിക്കുന്നില്ല. മാർക്കോസ് സുവിശേഷകൻ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സമയം കിട്ടിയിരുന്നില്ല. ബാക്കി നമുക്ക് ഊഹിക്കാമല്ലോ, ഈ ഭക്ഷണം ഇവർക്കുള്ള ഭക്ഷണമാണ്. അവരുടെ അമ്മ 12 + 1 13 പേർക്ക്, ഈശോയുടെ 13 പേർക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 5 മീൻ ഉള്ളത്. അത് കുട്ടിയിൽ നിന്ന് മേടിച്ചാലും എവിടെ നിന്ന് മേടിച്ചാലും അത് അവരുടെ ഭക്ഷണമാണ്, അവർക്കുള്ള ഭക്ഷണമാണ്. ശിഷ്യന്മാർ പറഞ്ഞത് ഈ 13 പേർക്ക് അല്പം പോലും തികയാത്ത ഈ ഒരു 5 മീൻ ഈ 5000 എന്താകാനാണ്? അതുകൊണ്ട് ഏറ്റവും നല്ല പ്രായോഗിക ബുദ്ധിയിലാണ് അവിടെ പറഞ്ഞത്. അവിടെ എവിടെയെങ്കിലും പോയി താമസിച്ചോളൂ, എന്തെങ്കിലും ഭക്ഷിച്ചോളൂ, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈശോ പറഞ്ഞതാണ്, ഈ ജനങ്ങൾക്ക് മുഴുവൻ വിശപ്പാണ്. ഇവരുടെ വിശപ്പ് മാറ്റാനായിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുത്തേ മതിയാവും. ശിഷ്യന്മാർക്കും ഇത് വ്യക്തമാണ്. ശരിയാ, ഈ ജനങ്ങൾക്ക് മൊത്തം വിശപ്പുണ്ട്, ഇവർക്ക് ഭക്ഷണം കൊടുത്തേ മതിയാവും. അതുകൊണ്ട് ഞങ്ങൾ പോയി ഇത് മേടിച്ചോണ്ട് വന്നോളാം, ചന്തയിൽ പോയി ഞങ്ങൾ മേടിച്ചോണ്ട് വന്നോളാം
സമർപ്പിച്ചേ മതിയാകും. നമ്മുടെ കൂട്ടായ്മ ഒന്നിപ്പിക്കുന്നു, നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്നു, നമ്മുടെ വിശ്വാസത്തിൽ പരിപോഷിപ്പിക്കുന്നു. വിശുദ്ധ ബലി പരിപോഷിപ്പിക്കുന്നതാണ് വിശുദ്ധ ബലി, അല്ലേ? അഞ്ചപ്പോലും കിട്ടുന്നത് വരെ, ആത്മ നടക്കുന്നത് വരെ അവർ വിശപ്പിന് അടിമകളാണ്. വിശപ്പ് ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് നീ കൊടുക്കാൻ തയ്യാറാണെന്നാണ്. അഞ്ചപ്പോ 2 മീനും അവിടെ എടുത്തു വെച്ചിരുന്നെങ്കിൽ 13 പേർക്ക് വേണമെങ്കിൽ ഒന്ന് കഴിച്ച് ചെറുതായിട്ട് അപ്പുറം അവസാനിപ്പിക്കാം. പക്ഷേ ഈ അഞ്ചപ്പോ 2 മീനും തമ്പുരാന്റെ കയ്യിൽ കൊടുക്കാൻ തയ്യാറായപ്പോൾ 5000 വരുന്ന പുരുഷന്മാർ സ്ത്രീകളെ കൂടി അത്രയും ജനാലയം മൊത്തം ഭക്ഷിച്ച് തൃപ്തരായ എന്നാ പറയാ. ഒന്നാം വായനയോട് തത്തുല്യമായിട്ടുള്ള തിരുവചനം തന്നെയാണ്. എല്ലാവരുടെയും ദശാംശം കൊടുത്തു അബ്രാഹാം മൽക്കിസദേക്ക്. എല്ലാവരുടെയും ദശാംശം കൊടുക്കാൻ തയ്യാറായാലേ വളരുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, കൊടുത്തവർക്ക് അതിന്റെ വിലയറിയാം. കൊടുത്താൽ തീരുമെന്ന് ഈ ലോകം പറയുമ്പോൾ വിശ്വാസം നമ്മെ പഠിപ്പിക്കും. കൊടുത്താൽ നിനക്ക് നിറച്ചളന്ന് അമർത്തി കുലുക്കി നിറച്ചളന്ന് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന്. അതിനൊരു അവസരം കൂടിയുണ്ട്. ഈ ദിവസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരമാണ്. നിങ്ങളുടെ കഴിവിനനുസരിച്ച് കൊടുക്കാനുള്ള അവസരം. ഈ കഴിവിൽ നിങ്ങൾ നമ്മളെല്ലാവരും ജീവിച്ച് ഇത്രയും വർഷങ്ങൾ ജീവിച്ചെങ്കിൽ, ഇത്രയും അനുഗ്രഹങ്ങളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനല്ല, 10% കൊടുക്കാനായിട്ടുള്ള അവസരം. ദശാംശം കത്തോലിക്കാ സഭയിൽ മാത്രമാണ്. വൈദികരും അതിന് നേതൃത്വം നൽകുന്ന പിതാക്കന്മാരാണെങ്കിലും വൈദികരാണെങ്കിലും ആരാണെങ്കിലും ഈ ദശാംശത്തിന്റെ കാര്യം കത്തോലിക്കാ വിശ്വാസത്തോടുള്ള ഊന്നി പറയാറില്ല. എന്നാൽ അദ്ദേഹത്തിന് ജോലി ചെയ്യുന്ന കമ്പനിയിലെ ശമ്പളം കൂട്ടിയുള്ള യാതൊരു വിധത്തിലുള്ള സാഹചര്യം പോലില്ല. കാരണം ഇവിടുത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഒരു കാരണവശാലും കിട്ടില്ല. 100 ദിനാറാണ് പഠിക്കുന്നത്. ഈ മാസം മുതൽ അദ്ദേഹത്തിന്റെ ശമ്പളം 10 ദിനാർ വെച്ച് കൂട്ടി കൊടുത്തിരിക്കുക. 120 ദിനാർ അദ്ദേഹത്തിന് കൂടുതൽ കിട്ടി. ദശാംശം ദശാംശം കൊടുത്ത് അബ്രാഹാം തുടങ്ങിയതാണ്. അബ്രാഹാമിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഉച്ചവരെയും ഉടവരെയും എല്ലാം ഉപേക്ഷിച്ച് ദൈവം കാണിച്ചെന്ന സ്ഥലത്തേക്ക് പോയത് അബ്രാഹാം ദശാംശം കൊടുത്തു തുടങ്ങിയതാണ്. നമുക്കും തുടങ്ങണം പ്രിയപ്പെട്ടവരെ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ